സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള 1500 വാക്കുകളായിരുന്നു. അതിനകത്ത് ഐ ഉപയോഗിച്ചുള്ള ആദ്യത്തെ 28 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഐ ഉപയോഗിച്ചുള്ള ബാക്കി 28 വാക്കുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ മുഴുവനായിട്ടുള്ള ഈ 1500 വാക്കുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ജീവികൾ അല്ലെങ്കിൽ പ്രാണികൾക്കാണ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. He collected books about insects. അവന് പ്രാണികളെ പറ്റിയുള്ള ബുക്കുകൾ കളക്ട് ചെയ്തു. ഇൻസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഈ പരിശോധന നടത്തുന്ന ഇൻസ്പെക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരു വിദഗ്ധനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം. ശ്രദ്ധിക്കുക, ഇൻസ്പെക്റ്റഡ് അതിൻ്റെ V1, V2, V3 ആണ്. Arun inspected the new machines very carefully. So we can start our work now. Okay. Arun എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിദഗ്ധനായിട്ടുള്ള വ്യക്തിയാണ്. പുള്ളി എന്ത് ചെയ്തു? ഈ മെഷീൻസ് എല്ലാം ഇൻസ്പെക്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വി ക്യാൻ സ്റ്റാർട്ട് അവർ വർക്ക് നൗ. ഓക്കെ, നമുക്ക് ജോലി തുടങ്ങാം. ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ പകരം, അതിന് പകരം, എന്തിനെങ്കിലും പകരം. ഇവിടെ ഉദാഹരണം, ഷീ ഗോട്ട് കേക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഐസ്ക്രീം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. പക്ഷേ അവൾ എന്താണ് വാങ്ങിച്ചുകൊണ്ട് വന്ന്? ഷീ ഗോട്ട് കേക്ക്. ഓക്കെ, പകരമായിട്ട്, എന്തിന് പകരമായിട്ട്? ഐസ്ക്രീമിന് പകരമായിട്ട്. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നുള്ളതാണ്. എന്ത് ഉപകരണത്തെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം, അല്ലേ? എ സ്യൂയിങ് മെഷീൻ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ സ്യൂയിങ്. സ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂയിങ് എന്ന് പറഞ്ഞാൽ തയ്യൽ എന്നുള്ളതാണ്. അവൾ സ്യൂയിങ് മെഷീൻ എന്തിനു വേണ്ടിയുള്ളതാണ്? തയ്ക്കാനുള്ളൊരു മെഷീനാണ്, അല്ലേ? ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ അവഹേളിക്കുക എന്നുള്ളതാണ്. ഇൻസൾട്ടഡ് V1, V2, V3. പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് ഹിം, ഈസ് മച്ച് എൽഡർ ദാൻ യുവർ ഫാദർ. അദ്ദേഹത്തെ നീ ഇൻസൾട്ട് ചെയ്യരുത്, അവഹേളിക്കരുത്. അദ്ദേഹം നിൻ്റെ അച്ഛനേക്കാളും മുതിർന്ന ഒരാളാണ്. ഇൻ്റലിജൻസ്, ശരിയായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചാരപ്രവൃത്തി നടത്തി കിട്ടിയ ഒരു അറിവിനും നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് മിലിറ്ററി ഇൻ്റലിജൻസ് എന്നൊക്കെ കിട്ടിയിട്ടില്ലേ? അവർക്ക് എങ്ങനെയാണ് പല സോഴ്സിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്, അല്ലേ? ദേ നീഡഡ് ടു ഷോ ദി ഇൻ്റലിജൻസ് ടു പാസ് ദി സിവിൽ സർവീസ് എക്സാമിനേഷൻ. അവർ ഇൻ്റലിജൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടി? സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകാൻ വേണ്ടി. അതുപോലെ നമ്മൾ കണ്ടല്ലേ മിലിറ്ററി ഇൻ്റലിജൻസ്. ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒന്നിനാണ് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ. ഹീ വാസ് ആൻ ഇൻ്റലിജൻറ്റ് മാൻ. ഓക്കെ, അവനൊരു നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ശക്തിയുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. The man had an intense conversation with his son. ഇവിടെ intense conversation എന്ന് പറഞ്ഞാൽ വളരെ കാര്യമായിട്ടുള്ള ഒരു സംസാരം എന്നാണ് അർത്ഥം. ഓക്കെ, അവിടെ തർക്കമായിരിക്കണം നിർബന്ധമില്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വർക്ക് വാസ് ഇൻറ്റൻസ് ഈവൻ ദോ ദ പേയ്മെൻറ്റ് വാസ് ഗുഡ്. വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയായിരുന്നു. ഈവൻ ദോ ദ പേയ്മെൻറ്റ് വാസ് ഗുഡ്. ഓക്കെ, കിട്ടിയ പ്രതിഫലം വലുതായിരുന്നെങ്കിലും വർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം എന്നുള്ളൊരർത്ഥമുണ്ട്, അല്ലെങ്കിൽ പലിശ എന്നുള്ളൊരർത്ഥമുണ്ട്, അല്ലേ? He acted to protect his interest. അവൻ എന്ത് ചെയ്തു? ഈ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ള മാത്രമല്ല, പ്രവൃത്തി ചെയ്യുക എന്നുള്ളൊരർത്ഥം കൂടെ ഉണ്ട്. ആക്റ്റഡ് ടു പ്രൊട്ടക്ട് ഹിസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു, പണിയെടുത്തു എന്നൊക്കെ അർത്ഥമുള്ളതാണ്. ഷീ ഹാഡ് എ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ റൈറ്റിംഗ്. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു റൈറ്റിങ്ങിൽ. അവളെ നമുക്കറിയാമല്ലോ, ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലേ? ഇപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, ഇതൊക്കെ വളരെ സിമ്പിളാണ്, അല്ലേ? ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഈ 1500 വാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല, അത് ആർക്കും പഠിക്കാവുന്നതാണ്. പക്ഷേ പഠിക്കുമ്പോൾ ആദ്യം മുതലുള്ള പാഠങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ടെൻസൊക്കെ ആദ്യം പഠിച്ചാൽ, അല്ലേ? ഇൻ്റർഫെയർ എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇടയിൽ കയറുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. പ്ലീസ് ഡോണ്ട് ഇൻ്റർഫെയർ. ഇതിന് ഇടയ്ക്ക് നീ കയറരുത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി തടസ്സം നിൽക്കരുത്, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറുന്നൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ പറയാറില്ലേ, അതിന്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ. മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് വെരി ക്ലോസ് ടു ദി മെട്രോ സ്റ്റേഷൻ. മുംബൈയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇൻ്റർവീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ നിൽക്കുക. സാധാരണ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇടയിൽ നിൽക്കുന്നതിനാണ് ഇൻ്റർവീൻ എന്ന് പറഞ്ഞത്. intervened V1, V2, V3. The police intervened the people protest
യെസ്റ്റർഡേ. ഒക്കെ എന്ത് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് കയറുന്ന പോലീസ് സംസാരിച്ചല്ലേ. ഇൻവെയ്ഡ് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യത്തിലേക്ക് ഇലച്ച് കയറുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു അർത്ഥമാണ്. വേറൊരു രാജ്യത്തെ കൈവശപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഇൻവെയ്ഡ് എന്ന് പറയാം. ഇൻവെയ്ഡഡ്. Germany invaded France in one day during the Second World War. ഫ്രാൻസിനെ നമ്മൾ പഠിച്ചാലേ, ഹിസ്റ്ററി പഠിച്ചാലേ, ഫ്രാൻസിനെ കീഴ്പ്പെടുത്തിയത് ഒറ്റ ദിവസം കൊണ്ടാണ്. നമ്മൾ പഠിച്ചതാണ് രണ്ടാം ലോകമഹായുദ്ധം. ഇൻവെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്കവറി എന്ന് പറഞ്ഞാലും കണ്ടുപിടിക്കാണ്. പക്ഷേ ഇൻവെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻവെൻറ്റ് ഇല്ലാത്ത ഒന്നാണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഉള്ള സംഭവമാണ്, അതിനെ കണ്ടെത്തുന്നതിനാണ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം, ഇപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചല്ലേ, പിന്നെ അത് ഡിസ്കവറാണ്, കാരണം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഒരു ടെലിവിഷൻ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതൊക്കെ ഇൻവെൻറ്റാണ്. ഇൻവെൻറ്റഡ്. ഹു ഇൻവെൻറ്റഡ് ദ ടെലിഫോൺ? ഓക്കെ, ആരാണ് ടെലിഫോൺ ഇൻവെൻറ്റ് ചെയ്തത്? നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ്. കൂടുതൽ തിരിച്ചു കിട്ടും എന്ന് ചിന്തിച്ച് നിക്ഷേപം നടത്തുന്നതാണ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റഡ്. ഈ ഇൻവെസ്റ്റഡ് ഓൾ ഹിസ് മണി ഇൻ റിയൽ എസ്റ്റേറ്റ്. അതെവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്ത്? റിയൽ എസ്റ്റേറ്റിലാണ്. ഇൻവെസ്റ്റിഗേറ്റ് സത്യം വെളിയിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള അന്വേഷണം നടത്തുന്നതാണ് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്നത്. investigated V1 V2 V3. The police is investigating the case. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ടില്ലേ, മന്ത്രിമാരൊക്കെ പറഞ്ഞ് ആ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ്. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക. ഇൻവൈറ്റഡ്. I invited all my friends to my birthday party. എല്ലാ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്തു. ഇൻവോൾവ് ഉൾപ്പെടുത്തുക, ഭാഗമാക്കുക. ഇൻവോൾവ്ഡ്. ഐ എം നോട്ട് ഇൻവോൾവിങ് മൈ ഫ്രണ്ട്സ് ഇൻ ദിസ് മാറ്റർ. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. അയണിൻ്റെ ഇരുമ്പ് അല്ലെങ്കിൽ ശക്തിയുള്ള എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, ദേ യൂസ് അയൺ ടു മേക്ക് ദ മെഷീൻ. അവർ ഇരുമ്പാണ് ഉപയോഗിക്കുന്നത്. ഹീസ് ആൻ അയൺ മാൻ. ഓക്കെ, എന്നാൽ അവന് ഒരു നല്ല ശക്തിയുള്ള ഒരാളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മൾ അയൺമാനും കണ്ടിട്ടുണ്ടല്ലോ, ഒരു സിനിമയുണ്ടല്ലോ. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ദ്വീപ്. ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് കൺട്രി. ശ്രീലങ്ക എന്താണ്? ഒരു ദ്വീപ് രാഷ്ട്രമാണ് അല്ലേ. ചുറ്റും സമുദ്രമുള്ളതിനാണല്ലോ നമ്മൾ ഐലൻഡ് തോന്നുന്നത് അല്ലേ. ഇഷ്യൂ എന്നുള്ളത് പ്രശ്നം, സംസാര വിഷയം അല്ലെങ്കിൽ തർക്ക വിഷയത്തിനൊക്കെ നമുക്ക് എന്താണ് ഇഷ്യൂ എന്ന് പറയാം. ദ ഫാമിലി ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ് അബൌട്ട് ദി ഇഷ്യൂ. ഫാമിലിയിലുള്ളവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി, ഒരു പ്രത്യേക കാര്യത്തെ പറ്റി, എന്തൊരു ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് എന്നാണ് പറയുന്നത്. ജയിൽ, കാരാഗൃഹം. ദ പോലീസ് ടുക്ക് ഹിം ടു ദ ജയിൽ. പോലീസ് അവനെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജുവൽ, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള കല്ലുകൾക്കൊക്കെ ജുവൽ എന്നാണ് പറയുന്നത്. ആ സെയിൽസ് പേഴ്സൺ സോൾഡ് ദ ബിഗ്ഗസ്റ്റ് ജുവൽ ലാസ്റ്റ് ഡേ. അടുത്ത സെയിൽസ് പേഴ്സൺ XYZ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു? ഇന്നലെ ഏറ്റവും വലിയൊരു ജുവൽ വിറ്റു. ജോബ്, പണി, ജോലി. ഷിജോ ഗോട്ട് എ ജോബ് ഇൻ എ ഹോട്ടൽ. ഷിജോയ്ക്ക് ഹോട്ടലിലൊരു ജോലി കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, സിമ്പിളാണല്ലേ. ഇപ്പോൾ വാക്കുകളൊക്കെ എത്ര എളുപ്പമല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിളായിട്ടുള്ള വാക്കുകൾ. ജോയിൻ, ചേരുക, അംഗമാകുക. ജോയിൻഡ്. ഹി ജോയിൻഡ് എ കരാട്ടെ ക്ലാസ്, കരാട്ടെ സ്കൂൾ. ഓക്കെ, അവിടെ ജോയിൻ ചെയ്തു. ജോയിൻഡ്, ഒന്നിച്ചുള്ള. ദ കപ്പിൾ ഓപ്പൺഡ് എ ജോയിൻഡ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഒന്നിച്ചുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോഴേ ദമ്പതികൾ എന്നുള്ളതാണ് കപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ജോക്ക്, തമാശ. ഐ ലവ് ജോക്സ്. ഓക്കെ, എനിക്ക് തമാശകൾ ഇഷ്ടമാണ്. ജഡ്ജ്, വിധിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. വിധി കർത്താവ് എന്നുള്ള ഒരർത്ഥവുമുണ്ട്. ടോം വാസ് എ സുപ്രീം കോർട്ട് ജഡ്ജ്. ടോം ആരായിരുന്നു? ഒരു സുപ്രീം കോർട്ട് ജഡ്ജ് ആയിരുന്നു. ജമ്പ്, ചാടുക. ജംപ്ഡ്. ഡോണ്ട് ജമ്പ് ഇൻ ടു ദ വാട്ടർ, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഓക്കെ, എന്താണ്? വെള്ളത്തിൽ പുഴയിലേക്ക് ചാടരുത്, അപകടകരമാണ്. ഇറ്റ്സ് ഡേഞ്ചറസ്. ജൂറി എന്നുള്ള വിധികർത്താക്കൾ, ഒരു പ്രത്യേക സമിതിക്കൊക്കെ നമുക്ക് ജൂറി എന്ന് പറയാം. ഹി ഗേവ് ഹിസ് സ്പീച്ച് ടു ദ ജൂറി. ഓക്കെ, അവൻ്റെ ഒരു പ്രഭാഷണം ജൂറിക്ക് മുമ്പിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടല്ലോ, ഈ ഫേസ്ബുക്കിൻ്റെ മാർക്ക് സുക്കൻബർഗിനെയൊക്കെ വിളിച്ചായിരുന്നു അല്ലേ, ജൂറി വിളിച്ചായിരുന്നു. അന്നേരം അതേ ഒരു സ്പീച്ച് കൊടുത്തല്ലേ. ജസ്റ്റ്, കുറച്ച് മുമ്പോ ശേഷമോ അല്ലെങ്കിൽ അതേ സമയത്ത്, ദയവായി എന്നൊക്കെയുള്ള ഒരർത്ഥമുണ്ട് ജസ്റ്റിന്. ഹി ജസ്റ്റ് ലെഫ്റ്റ്, അവനിപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ. ഹി ലെഫ്റ്റ് ജസ്റ്റ് ആസ് ഐ കെയിം ഇൻ. ഓക്കെ, ഞാൻ പോയ സമയത്ത് തന്നെ
ആ സമയത്ത് തന്നെ അവൻ പോയി. ജസ്റ്റ് കോൾ മീ എന്ന് പറഞ്ഞാൽ ദയവായിട്ട് വിളിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് കോൾ മീ, ഓക്കെ, ജസ്റ്റ് മിനിറ്റ്, ഒരു മിനിറ്റ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു എന്തൊരു മര്യാദയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.